എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞ വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് +1 അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം പല വിദ്യാർത്ഥികളും പല സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടതുണ്ടോ? ഇനി ഈ ഒരു അപേക്ഷ നൽകിയതിൻ്റെ റിസൾട്ട് അഥവാ +1 അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് നമുക്ക് എപ്പോഴായിരിക്കും അറിയാൻ സാധിക്കുക? അത് നമുക്ക് മൊബൈൽ ഫോണിൽ മെസ്സേജായി ലഭിക്കുമോ? ഇനി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കയ്യിൽ കരുതി വെക്കേണ്ടത്? ഇത്തരത്തിൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള കൃത്യമായ മറുപടി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം നിങ്ങളിപ്പോൾ +1 പ്രവേശനത്തിൻ്റെ ആദ്യ ഘട്ടം മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. അപേക്ഷാ സമർപ്പണം മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനിയാണ് നിങ്ങളുടെ മുന്നിലേക്കുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് +1 അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പല വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇനിയും അങ്ങോട്ട് +1 അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങളും ഏറ്റവും കൃത്യമായി ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ഒരു ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്ത് വെക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച സംശയങ്ങൾക്കുള്ള മറുപടി തരാം. അതായത് +1 പ്രവേശനത്തിനായി അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ട്, നിങ്ങൾ അപേക്ഷ നൽകിയതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു പ്രിൻ്റ് ഔട്ട് സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടതുണ്ടോ? വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കണം എന്ന് പോലുമില്ല. നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചു എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു പ്രിൻ്റ് ഔട്ട് ലഭിക്കുന്നത്. അത് നിങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് മനസ്സിലാക്കുക. ഇനി ഈ ഒരു അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം അടുത്തതായി എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു റിസൾട്ടിനായി നിങ്ങൾ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളിലാണ് അലോട്ട്മെൻറ്റിനുള്ള സാധ്യത എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരുന്ന അലോട്ട്മെൻറ്റ് +1 ട്രയൽ അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കുക എന്നുള്ളതാണ്. അടുത്തതായി നിങ്ങളുടെ മുന്നിലുള്ള +1 പ്രവേശനത്തിൻ്റെ ഘട്ടവും അതുതന്നെയാണ് +1 ട്രയൽ അലോട്ട്മെൻറ്റ്. ആ ഒരു അലോട്ട്മെൻറ്റിനായി എല്ലാ വിദ്യാർത്ഥികളും കാത്തിരിക്കുക. ഇപ്പോൾ അറിയിച്ചത് പ്രകാരം ഈ വരുന്ന 29-ാം തീയതി മെയ് 29-നായിരിക്കും ആ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ഇനി ചിലപ്പോൾ ആ ഡേറ്റിലൊക്കെ ചെറിയ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള എന്ത് അറിയിപ്പുകൾ വന്നു കഴിഞ്ഞാലും അത് ഏറ്റവും കൃത്യമായി ഏറ്റവും വേഗത്തിൽ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിച്ചു തരും. അപ്പോൾ വിദ്യാർത്ഥികൾ എന്ത് തന്നെയായാലും ആ ഒരു അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കുക. ഇനി ആ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ അത് എങ്ങനെ അറിയാം? മൊബൈൽ ഫോണിൽ നമുക്ക് മെസ്സേജായി ലഭിക്കുമോ എന്നൊക്കെ വിദ്യാർത്ഥികളിൽ പലർക്കും സംശയമുണ്ട്. വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം, അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ അപേക്ഷിച്ചിട്ടുള്ള ആ ഒരു വെബ്സൈറ്റ് വഴി തന്നെയാണ് അത് പരിശോധിക്കേണ്ടത്. അല്ലാതെ നമുക്ക് മെസ്സേജായി ലഭിക്കുകയോ മറ്റേതെങ്കിലും രീതിയിൽ അറിയാൻ സാധിക്കുകയോ ഒന്നുമില്ല. നിങ്ങൾ അപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു യൂസർ നെയിം, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതേപോലെ ഒരു പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ യൂസർ നെയിമും പാസ്വേഡും വെച്ചുകൊണ്ടാണ് നിങ്ങൾ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യേണ്ടത്. മാത്രമല്ല ഇനി നിങ്ങളുടെ മുന്നിലേക്കുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു യൂസർ ID അതേപോലെ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. ആ ഒരു കാര്യവും എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ +1 അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നിങ്ങളുടെ മുന്നിലുള്ള അലോട്ട്മെൻറ്റുകൾ, നിരവധി അലോട്ട്മെൻറ്റുകൾ, +1 ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ്, തേർഡ്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ്, ഇത്തരത്തിലുള്ള ഓരോ അലോട്ട്മെൻറ്റുകളും വരുന്ന സമയത്ത് ആ ഒരു അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയാലും ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയില്ല എങ്കിലും നിങ്ങൾ ചെയ്യേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായി ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത്തരത്തിലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ കാത്തിരിക്കുക. ആ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. ഓരോ കാര്യങ്ങളും കൃത്യമായി നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ആ ഒരു സമയത്തിനുള്ളിൽ ചെയ്തിട്ടില്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ തന്നെ ലഭിക്കാതെ വരും. അപ്പോൾ ആ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ല. കൃത്യമായി ഈ ഒരു കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങളും അതാത് സമയത്ത് ചെയ്യാൻ വേണ്ടി ഓർമ്മിക്കുക. അത് അറിയാനുള്ള ഏതെങ്കിലും ഒരു സംവിധാനം നിങ്ങൾക്കുണ്ടാവണം. ഒന്നുകിൽ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ട HSCAP എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഇടയ്ക്കിടെ പരിശോധിച്ചാൽ മതി. എല്ലാ അറിയിപ്പുകളും ആ ഒരു വെബ്സൈറ്റിൽ വരും. ഇനി അതല്ല എങ്കിൽ ഇതേപോലുള്ള ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതുവഴി നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല +1 അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ചില വാട്സപ്പ് ഗ്രൂപ്പുകളും ഈ ഒരു ചാനലിൻ്റെ ഭാഗത്തു നിന്നുമുണ്ട്. അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് ആ സമയത്ത് നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരാം. അപ്പോൾ അലോട്ട്മെൻറ്റിനായി അപേക്ഷിച്ച വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്താണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതേപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിക്കുക. ഉടൻ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.